ഒരു വലിയ ബസ് മേടിച്ച് നാട് നീളെ മന്ത്രിമാരെയും കയറ്റി രണ്ടാം പിണറായി സർക്കാർ നടത്തിയ ആ നവകേരള സദസ് എന്ന നാടകത്തിനും കൂടി ഇനി തിരിച്ചടി കിട്ടാൻ ബാക്കിയുള്ളൂ. തീരുമ്പോ പണിതരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതമാണോ എന്ന് മുഖ്യമന്ത്രി ഒന്ന് ചിന്തിക്കുന്നുണ്ടാവും. കാരണം യുവതീ പ്രവേശനത്തിന് അടി വാങ്ങി കസേരയിൽ ഇരിപ്പുറപ്പിക്കും മുൻപ് തന്നെ അടുത്ത പണിയും കിട്ടിയിരിക്കുകയാണ്. നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ടാണ് അടുത്ത അടി സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സർക്കാരിനെ എടുത്തിട്ട് അലക്കുന്നത് പ്രതിപക്ഷത്തെക്കാൾ കോടതിയാണ്. ആദ്യം അയ്യപ്പ സംഗമത്തിൽ, പിന്നീട് യുവതീ പ്രവേശനത്തിൽ, ഇപ്പോഴിതാ നവകേരള സർവേക്ക് കൂടി. സർവേയുടെ ഫണ്ട് വിനിയോഗത്തിൽ കടുത്ത സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സർവേ റദ്ദാക്കിയിരിക്കുന്നത് സാക്ഷാൽ ഹൈക്കോടതി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച LDFിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ സർക്കാർ ഖജനാവിലെ പണമെടുത്ത് പാർട്ടി കേഡർമാരെ ഇറക്കി സർവേ നടത്തുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് പിന്നാലെയാണ് കോടതിയുടെ ഈ നിർണായക തീരുമാനം വന്നിരിക്കുന്നത്. സർവേയുടെ ഫണ്ട് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഉത്തരവിട്ട കോടതി എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിനോട് കർശനമായി ആവശ്യപ്പെടുകയായിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് തീരുമാനമെത്തിയത്. നേരത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ സർവേ നടത്തുന്നതിൽ തെറ്റില്ല എന്ന് കോടതി നിരീക്ഷിച്ചുവെങ്കിലും ഈ സർവേയുടെ മറവിൽ നടക്കുന്നത് രാഷ്ട്രീയ നീക്കങ്ങളാണോ എന്ന സംശയമാണ് കോടതി ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഹൈക്കോടതിയുടെ മുൻ ചോദ്യങ്ങൾ എത്തിയത്. LDF പ്രകടന പത്രികയ്ക്ക് വിവരശേഖരണം നടത്തുവാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഹർജിയിലെ വാദം ഗൗരവത്തോടെയായിരുന്നു കോടതി കൈക്കൊണ്ടത്. ഈ സാഹചര്യത്തിലാണ് സർവേ റദ്ദാക്കിയതും. സർവേക്ക് ഫണ്ട് നൽകുന്ന സ്രോതസ് വെളിപ്പെടുത്തണമെന്നും അതിൽ വ്യക്തത വേണമെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു. സർവേ തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട 2 ഹർജികളിലാണ് തീരുമാനമെത്തിയത്. സർവേ നിയമവിരുദ്ധമെന്ന് കോടതി വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് LDFിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുവാൻ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലായിരുന്നു കോടതിയുടെ ഈ നിർണായക ഉത്തരവും എത്തിയത്. സർവേയുടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച സർക്കാരിന്റെ വിശദീകരണങ്ങളിൽ തൃപ്തി വരാത്ത കോടതി സർവേ റദ്ദാക്കുകയായിരുന്നു. LDF പ്രകടന പത്രികയ്ക്ക് വേണ്ടി വിവരശേഖരണം നടത്തുവാൻ സർക്കാർ സംവിധാനങ്ങളും പാർട്ടി കേഡർമാരെയും ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണങ്ങളാണ് കോടതി ഈ വിധിയിലൂടെ ശരിവെക്കപ്പെട്ടത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ സർവേ നടത്തുന്നത് തെറ്റല്ല എങ്കിലും ഇതിനായി ഫണ്ട് കണ്ടെത്തുന്നത് എവിടെ നിന്നാണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അവിടെ മുഖ്യമന്ത്രി പരാജയപ്പെടുകയായിരുന്നു. സർവേക്ക് ഫണ്ട് നൽകുന്ന സ്രോതസ് വെളിപ്പെടുത്താൻ കോടതി ആവശ്യപ്പെട്ടുവെങ്കിലും സർക്കാർ നൽകിയ എതിർ സത്യവാങ്മൂലം കോടതിയെ തൃപ്തിപ്പെടുത്തിയതുമില്ല. സർവേ തടയണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട 2 ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചിന്റെ സുപ്രധാന വിധി എത്തിയതും. സർവേയുമായി മുന്നോട്ട് പോകുന്നത് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ കോടതി സർവേ അപ്പാടെ മരവിപ്പിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ ഈ വലിയ രാഷ്ട്രീയ നാടകം കോടതിയിൽ പൊളിഞ്ഞതോടെ സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ജനങ്ങളുടെ വിവരങ്ങൾ ചോർത്തുവാനും പാർട്ടിക്ക് വേണ്ടി അത് ഉപയോഗിക്കാനുമുള്ള നീക്കത്തിനാണ് കോടതി ഇപ്പോൾ കടിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്.